Concept of statistical population and sample from a population. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷനെയും അതേപോലെ തന്നെ സാമ്പിൾ ഫ്രം എ പോപ്പുലേഷനെയും കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താ നോക്കാം അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫിനോമിനേൻ്റെ ബേസിസിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിലുള്ള ഒരു ഇൻഡിവിജ്വൽ ഐറ്റംസിനെ നമ്മൾ പറയുന്നതാണ് പോപ്പുലേഷൻ എന്ന്. അപ്പോൾ സപ്പോസ് നമുക്ക് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള കോളേജിലെ ടീച്ചേഴ്സിൻ്റെ ഇൻകം നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ പറയുമ്പോൾ അതിൽ ടീച്ചേഴ്സിൻ്റെ നമ്പറിനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഗിവൺ പോപ്പുലേഷനിൽ ഇൻഡിവിജ്വൽ ഐറ്റംസിനെ നമ്മൾ എലമെൻ്ററി യൂണിറ്റായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി പോപ്പുലേഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഫൈനൈറ്റ് ആവാം അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആവാം. അതാണ് പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അടുത്ത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താ നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യുക. അതായത് നമ്പേഴ്സ് ആയിരിക്കും, ന്യൂമറിക്കൽ നമ്പേഴ്സ് ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. പിന്നെ അടുത്തത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഇൻഫർമേഷനാണ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല നമ്പേഴ്സിൽ. അതിന് നമുക്ക് ജനറലി വേർഡ്സോ അല്ലെങ്കിൽ സബ്ജക്റ്റ് നറേറ്റീവ്സോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമുക്ക് നമ്പേഴ്സിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് മെഷറബിൾ അല്ല, ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് നറേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമ്മളൊരു സ്പെഷ്യൽ ക്വാളിറ്റി ഒക്കെ പറയില്ലേ, അതായത് ഇപ്പോൾ ഒരു പേഴ്സൻ്റെ ഫീച്ചേഴ്സ്, അതായത് കളർ, അതൊക്കെ നമുക്ക് ന്യൂമറിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. നമുക്കറിയാം അത് വേർഡ്സ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. പിന്നെ നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റയാണ്. സപ്പോസ് നമ്മൾ ഒരു പേഴ്സൻ്റെ സെക്സ്, അതായത് അയാൾ മെയിലാണോ ഫീമെയിലാണോ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ 0 and 1 വെച്ച് റെപ്രസെൻ്റ് ചെയ്യാമെങ്കിൽ മെയിൽ 0 1 ഫീമെയിലും ആവും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പേഴ്സൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ്, അതായത് മാരീഡ് ആണോ അല്ലയോ, സിംഗിളാണോ ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കിപ്പോൾ 1 2 3 എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു നോമിനൽ വേ ആണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ വേ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡാറ്റേനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 3 4 എന്ന് നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്യില്ലേ ന്യൂമറിക്കൽ ഡാറ്റയിൽ, അതായത് 1 2 3 4 അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നോമിനൽ ഡാറ്റ എന്ന് പറയും. ഓക്കെ. പിന്നെ അടുത്തത് ഓർഡിനൽ ഡാറ്റയാണ്. അപ്പോൾ അതായത് ചില സിറ്റുവേഷൻസിൽ നമുക്കിപ്പോൾ ഒരു ഇൻഇക്വാലിറ്റീസ് ഉണ്ടാവും. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ഇൻഇക്വാലിറ്റീസ് ആയിട്ടുള്ള ഡാറ്റയാവും നമുക്ക് ഉണ്ടാവുക. ഒരു ബന്ധമില്ലാത്തൊരു ഡാറ്റ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഡാറ്റേനെ ഓർഡിനൽ ഡാറ്റ എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ അതായത് ഹാപ്പിയർ ദാൻ, പ്രിഫർ ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും ഒരു ഡാറ്റേനെ. അപ്പോൾ അതിനെയാണ് ഓർഡിനൽ ഡാറ്റ എന്ന് പറയാം. ഓക്കെ. പിന്നെ അടുത്തത് ടൈം സീരീസ് ഡാറ്റയാണ്. അതായത് ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും. അതിലെ വാല്യൂസ് ഒരു ഡിഫറെൻറ്റ് ടൈമിൽ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ
കളക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ, അതായത് വീക്ക്ലി ആവാം, ഡെയിലി ആവാം, മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ആനുവലി ആവാം. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ കളക്ട് ചെയ്ത വേരിയബിൾസിനെ ആണ് നമ്മൾ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത ഈ ഡാറ്റേനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് ടി എന്ന് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടൈം സീരീസ് ഡാറ്റയ്ക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആവാം അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആവാം. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെ നമ്മൾ ഡമ്മി വേരിയബിൾസ് അല്ലെങ്കിൽ കാറ്റഗറിക്കൽ വേരിയബിൾസ് എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റയാണ്. ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ നമുക്ക് ഇൻഡിജേഴ്സിനെ മാത്രം ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയാം. അതായത് അതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വാല്യൂസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വാല്യൂസിനെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പാർട്സ് ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ 0.5, ഹാഫ്, അതേപോലെ 3/4 എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുമെങ്കിൽ ഒരു ക്ലാസ്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാ സ്റ്റുഡൻസിനെയും ഓരോരുത്തരായിട്ടല്ല കൗണ്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ 1.5 എന്ന് പറഞ്ഞൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതായത് 1, 2 അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് വെച്ചാൽ അതിൽ വേരിയബിൾസ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അതിലുള്ള വാല്യൂസിനെ സബ് ഡിവൈഡ് ചെയ്യാം ചെറിയ പാർട്സ് ആക്കിയിട്ട്. അതേപോലെ 0.5, 0.2, 0.3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. അതായത് കണ്ടിന്യൂസ് ഡാറ്റ മെഷറബിൾ ആണ്, പക്ഷെ ഡിസ്ക്രീറ്റ് ഡാറ്റ മെഷറബിൾ അല്ല. കണ്ടിന്യൂസിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് എ ചിൽഡ്രൻ, അതുപോലെ വെയ്റ്റ് ഓഫ് എ ക്യാറ്റ്, ഇതേപോലെ നമുക്കിപ്പോൾ ഒരു വെയ്റ്റ് ഓഫ് എ പേഴ്സൺ, അതുപോലെ സ്പീഡ് ഓഫ്